കർണാടകത്തിൽ വിരാജ്പേട്ടിൽ കണ്ണൂർ സ്വദേശിയായ തോട്ടം ഉടമയെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. പ്രദീപ് കൊയ്ലിയാണ് കൊല്ലപ്പെട്ടത്. പ്രദീപിന് ഇവിടെയുള്ള 32 ഏക്കർ കാപ്പിത്തോട്ടം വിൽപ്പന നടത്താൻ ശ്രമം നടന്നു വരുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ജോഷില കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ജോഷില, ഇത് എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്? പോലീസ് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് എന്താണ്? ഈ തോട്ടം വിൽപ്പനയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ കൊലപാതകത്തിന്? വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. മനു, വിരാജ്പേട്ട താലൂക്കിലെ ഷെട്ടിഗേരിയിൽ മലയാളിയായ തോട്ടം ഉടമയെ കഴുത്തറുത്ത് കൊന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കണ്ണൂർ കൊയിലി ആശുപത്രി ഉടമയായിരുന്ന ഭാസ്കരൻ എന്നയാളുടെ മകൻ പ്രദീപിനെയാണ് കഴുത്തറുത്ത് കൊന്ന നിലയിൽ കണ്ടെത്തിയത്. 49 വയസ്സാണ്. ഗോണിക്കുപ്പ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇതുവരെ സംഭവത്തിന് വ്യക്തത കൈവന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രദീപിന് ഇവിടെ 32 ഏക്കറോളം കാപ്പിത്തോട്ടമുണ്ട്. ഇത് വിൽപ്പന നടത്താനുള്ള ശ്രമം നടന്നു വരുന്നതിനിടെയാണ് ഇദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊയിലി ആശുപത്രി ഡോക്ടറായിരുന്ന കൊയിലി എന്ന് പറയുന്നത് കണ്ണൂരിലെ പ്രധാനപ്പെട്ട ആശുപത്രിയല്ലേ? തീർച്ചയായും കണ്ണൂരിലെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ് കൊയിലി ആശുപത്രി. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഏതാനും വർഷം മുൻപ് മരണമടഞ്ഞിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. ഈ കാപ്പിത്തോട്ടവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിരാജ്പേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മനു, ശരി, നോക്കാം എന്താണ് അതിന്റെ തുടർ നടപടികൾ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഏതായാലും അതൊരു ദുരൂഹതയുണ്ട് ആ വാർത്തയിൽ. ഏതായാലും അതിൻ്റെ ഒരു തുടർ വിവരങ്ങളിലേക്ക് ഇപ്പോൾ നമ്മുടെ പോലീസല്ല, കർണാടക പോലീസാണ് അന്വേഷിക്കുന്നത്. ഗോണിക്കുപ്പ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. അവിടെ നിന്ന് വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. നമുക്ക് വരും സമയങ്ങളിൽ അതിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.